मैं मणिपुर वासियों का सर झुका करके नमन करता हूं। इसी मंच से करीब 7,000 करोड़ रुपए के प्रोजेक्ट का शिलान्यास हुआ है। ये प्रोजेक्ट मणिपुर के लोगों की, यहां हिल्स पर रहने वाले ट्राइबल समाज की जिंदगी को और बेहतर बनाएंगे। 2 വർഷമാകുന്നു മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട്. ഈ കലാപമൊക്കെ കൊടുമ്പിരി കൊണ്ടിട്ടും തിരിഞ്ഞു നോക്കാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒടുവിൽ മണിപ്പൂരിലേക്ക് എത്തി. സുന്ദര ഭൂമിയെ കലാപം വിഴുങ്ങിയെന്ന് പ്രധാനമന്ത്രി എല്ലാവരും കേൾക്കെ പറഞ്ഞു. കലാപബാധിതരെ ക്യാമ്പുകളിലെത്തി സന്ദർശിച്ചു. ഒപ്പം സംസ്ഥാനത്ത് 8,500 കോടിയുടെ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചോദ്യം ഇതാണ്, ഉത്തരമായോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2023 മെയ് മാസത്തിൽ വംശീയ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം മണിപ്പൂരിൽ ആദ്യമായി എത്തിയതായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ മണിപ്പൂരിലേക്ക് എത്തിയ മോദി റോഡ് മാർഗം ചുരാചന്ദ്പൂരിലേക്ക് എത്തി. മഴ കാരണം അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ യാത്ര ഒഴിവാക്കേണ്ടി വന്നു. ചുരാചന്ദ്പൂരിലെത്തിയ പ്രധാനമന്ത്രി കുട്ടികളുമായി സംസാരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആദ്യം, മണിപ്പൂർ എന്ന് പറയുന്നത് പ്രകൃതിയുടെ സമ്മാനമാണ്. ഇവിടുത്തെ കുന്നുകൾ രാജ്യത്തിന് ലഭിച്ച അതുല്യമായ സമ്മാനമാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കനത്ത മഴയിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയ നിങ്ങളോട് എനിക്ക് അഗാധമായ നന്ദിയുണ്ട്. മണിപ്പൂർ ധീരന്മാരുടെ നാടാണ്. മണിപ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ ഞാൻ തലകുനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മനോഹരമായ സ്ഥലത്തെ അക്രമം വിഴുങ്ങി പുതിയ പ്രഭാതം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ആളുകൾ സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഞാൻ നിങ്ങളോടൊപ്പമുണ്ടെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒപ്പം കേന്ദ്ര സർക്കാരും നിങ്ങളോടൊപ്പം തന്നെയാണ്. മണിപ്പൂർ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പുരോഗതിയുടെയും പ്രതീകമായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ചുരാചന്ദ്പൂരിൽ നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ഇങ്ങനെയായിരുന്നു 2 വർഷത്തിനു ശേഷം മണിപ്പൂരിലേക്ക് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. 270-ൽ പരം ആളുകളാണ് മണിപ്പൂരിൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. 60,000-ലധികം ആളുകളാണ് അവിടെ ഭവനരഹിതരായത്. നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങളുമായി ആനന്ദ് ചേരുന്നുണ്ട്. ആനന്ദ്, കുക്കികൾ പൊതുവെ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ മെയ്തേയ്കളിൽ ഒരു വിഭാഗത്തിന്റെ നിലപാട് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഈ നിരന്തരം പറയുന്നത് പോലെ സംഘർഷം ഉണ്ടായിട്ട് 2 വർഷമായിരിക്കുന്നു. ഈ 2 വർഷത്തിനു ശേഷമാണ് അദ്ദേഹം മണിപ്പൂരിലേക്ക് എത്തിയത്. മണിപ്പൂരിലെ ജനതയോട് അദ്ദേഹം സംസാരിച്ചു. സമാധാനം പുലരുമെന്ന് പറയുകയുമാണ്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷം അടക്കം ഉയർത്തിയിരിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ഇവയ്ക്കൊക്കെയും ഉത്തരമായിട്ടുണ്ടോ ആനന്ദ്? സേതു, ഉത്തരമായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല എന്നാണ് മറുപടി. പക്ഷേ ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്രയും സംഘർഷബാധിതമായ ഒരു സംസ്ഥാനത്ത് ഇത്ര വൈകിയാണെങ്കിലും എത്തിയതിലൊരു വലിയ ആശ്വാസം ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ വമ്പൻ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 8,500 കോടിയുടെ പദ്ധതികൾ, വലിയ വികസനം ഉണ്ടാകുമെന്ന് പറയുന്നു. ബോർഡർ പ്രദേശമാണ് മണിപ്പൂർ. സ്വാഭാവികമായും കണക്ടിവിറ്റി പ്രശ്നങ്ങളുണ്ട്, കുടിവെള്ളത്തിൻ്റെ ദൗർലഭ്യമുണ്ട്, വൈദ്യുതിയുടെ പ്രശ്നമുണ്ട്. ഇതിനൊക്കെ ഒരു പരിധിവരെ തൻ്റെ സർക്കാർ വന്നതിന് ശേഷം പരിഹാരം കണ്ടെത്താനായി എന്ന വലിയ അവകാശ പ്രഖ്യാപനം കൂടി മണിപ്പൂർ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി നടത്തിയിട്ടുണ്ട്. സേതു ചോദിച്ചതുപോലെ പ്രസക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പ്രഖ്യാപനങ്ങളൊന്നും അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമല്ല. ഇതൊരു പ്രീണനമായി വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. കുക്കി വിഭാഗത്തിനെയും മേതേയ് വിഭാഗത്തിനെയും ഒക്കെ ആശ്വസിപ്പിക്കാനുള്ള, മണിപ്പൂർ വലിയ വികസനത്തിലേക്ക് പോകുന്നു, ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലെല്ലാം തൻ്റെ സർക്കാർ നടത്തുന്ന വികസനങ്ങൾക്കൊപ്പം മണിപ്പൂരും ചേരാൻ പോകുന്നു എന്ന നിലയിലൊക്കെ പറയുന്നത് ഒരു ആശ്വാസം പകരുന്ന വാക്കുകളാണ്. പക്ഷേ അവിടെ നിലനിൽക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സംവരണവുമായി ബന്ധപ്പെട്ടും ഈ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളുമായി ബന്ധപ്പെട്ടും ശാശ്വതമായ പരിഹാരത്തിന് വേണ്ട ഇടപെടലാണോ മോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. അത്തരം വിമർശനങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് വെറും രാഷ്ട്രീയമായ
ആരോപണങ്ങളായി നമുക്ക് വില കുറച്ച് കാണാനും കഴിയില്ല. കാരണം ഇക്കഴിഞ്ഞ 2023 മെയ് മുതൽ ഇതുവരെ ഉണ്ടായ വലിയ സംഘർഷങ്ങൾ, അവിടെ നഷ്ടങ്ങൾ ഉണ്ടായത്, ഒരുപാട് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, ഒരുപാട് പേർ കൊല്ലപ്പെട്ടു, ഒരുപാട് പേർക്ക് പലായനം ചെയ്യേണ്ടി വന്നു, ഒരുപാട് പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. ഈ സമയത്തിനുള്ളിൽ 864ഓളം ദിവസങ്ങൾക്കിടയിൽ 46 വിദേശയാത്രകൾ നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. പക്ഷേ മണിപ്പൂരിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പെട്ടെന്നുള്ള പ്രഖ്യാപനങ്ങളെ പോസിറ്റീവായി കാണാനാകുമോ എന്ന് ചോദിച്ചാൽ ആ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിയില്ല. പക്ഷേ ഒരു ആശ്വാസം എന്ന നിലയിൽ, അല്ലെങ്കിൽ മണിപ്പൂരിനെ വികസനത്തിൻ്റെ പാതയിൽ കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായി വേണമെങ്കിൽ പോസിറ്റീവായി കാണാം. പക്ഷേ അതൊക്കെ നടപ്പിലാകുമോ എന്ന ചോദ്യങ്ങൾ ബാക്കിയാണ്. സംഘർഷങ്ങൾ ഇനി ഉണ്ടാകുമോ എന്ന സംശയങ്ങളും ബാക്കിയാണ്. ആ നിലയിലാണ് മണിപ്പൂരിലെ സന്ദർശനത്തിൻ്റെ 2 ഭാഗങ്ങളെ നമുക്ക് കാണാനാവുക. സേതു.